ഇനി ഒരുപാട് പഴുത്ത് കളയാൻ വെച്ചിരിക്കുന്ന പഴം ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് കളയരുതിട്ട്. ഇതുപോലത്തെ അടിപൊളി കേക്ക് നമുക്ക് ആ ഒരു പഴം വെച്ചിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ദേ ഇത്രയും കറക്കാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. പഴം സാധാരണ പഴമൊക്കെ മേടിച്ച് ഇച്ചിരി ഒന്ന് കളർ മാറുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ നല്ല മടിയാണ്. പക്ഷേ ഇത് ഞാൻ വെയിറ്റ് ചെയ്ത് വെച്ചിരുന്നൊരു പഴമാണ് കേട്ടോ. അപ്പോൾ ഇത്രയും പഴുത്തിട്ടുള്ള പഴം എടുത്തിട്ട് അതിന് ഒരെണ്ണമാണ് എടുത്തിട്ട് നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിൽ 2 മുട്ട, 1 കപ്പ് പഞ്ചസാരയും കുറച്ച് വാനില എസൻസും കൂടി ഇട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഈ സ്മാഷ് ചെയ്തിട്ടുള്ള പഴത്തിലേക്ക് ഒഴിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുക. അതായത് 1 കപ്പ് മൈദ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ ഒരു പിഞ്ച് സോൾട്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് ജസ്റ്റ് ഇങ്ങനെ ഇട്ടിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. കുറച്ചായിട്ട് ഇടണം കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് ചോക്കോ ചിപ്സാണ് ആഡ് ചെയ്യുന്നത്. ഇത് തികച്ചും ഓപ്ഷണലാണ്. ഇനി ഇതൊരു കേക്ക് മോൾഡിൽ ഒഴിച്ചെടുക്കുക. പിന്നെ ഞാൻ അതിൻ്റെ മുകളിലും കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് ചോക്കോ ചിപ്സ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം. 15 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഈ ഒരു പാനിൽ ഞാൻ ഒരു അരമണിക്കൂറോളം കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് എനിക്ക് കറക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ടായിരുന്നത്. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഈ മോൾഡിൽ നിന്ന് മാറ്റി വയ്ക്കാം. പിന്നെ ഞാൻ വീണ്ടും കുറച്ചുകൂടി ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചോക്ലേറ്റ് സ്പ്രെഡാണ് കേട്ടോ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അത് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇനി നമുക്കിത് കട്ട് ചെയ്ത് കഴിക്കുക. ഇത് ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. ഭയങ്കര സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ തന്നെ നല്ല പൂ പോലെ ഇരിക്കുന്നൊക്കെ കേട്ടിട്ടില്ല, അതുപോലെ. ഞാൻ സത്യം പറഞ്ഞാൽ വീഡിയോയിലൊക്കെ കാണുമ്പോഴത്തേക്ക് ഈ ഒരു ടെക്സ്ചർ വരുമ്പോഴത്തേക്കും എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുപോലെ കിട്ടിയൊരു സന്തോഷത്തിലാണ് എൻ്റെ ഫേസ് ഇരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടാണ്. ഭയങ്കര ഈസി അല്ലേ ഈ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട്. കഴിക്കാനോ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണെന്ന് ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.